അതേസമയം ആലപ്പുഴയിൽ യുഡിഎഫിന്റെ തെരുവ് നാടക സംഘത്തിന് നേരെ സിപിഎമ്മിന്റെ ആക്രമണമുണ്ടായി. നാടകത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പരാമർശമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഈ അതിക്രമം. അക്രമികൾക്കെതിരെ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തു. എത്ര തവണ നമ്മൾ സ്വർണവും ഡോളറും കടത്തി? ഒറ്റ തവണയല്ലേ നമ്മളെ പൊക്കിയുള്ളൂ. തൽക്കാലം അകത്തു പോകുന്നതാ ബുദ്ധി. ഇങ്ങനെയാണോ വേണ്ടത്? നിങ്ങൾ പരിപാടി നടത്ത്. കുറച്ചുപേരെ നിർത്തിക്ക. അവിടെ കുറച്ചുപേരെ നിർത്തി പ്രൊട്ടക്ഷന്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രഘു, കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലമാണ്. സർക്കാരിനെതിരെ പ്രചാരണം സ്വാഭാവികമല്ലേ? മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതും മകളെ വിമർശിക്കുന്നതുമൊക്കെ സാധാരണയിൽ സംഭവിക്കുന്നതല്ലേ? എന്താണ് സിപിഎം പ്രവർത്തകർ ഇതേക്കുറിച്ച് പറയുന്നത്? ഇതുവരെ CPM-ന്റെ ഔദ്യോഗികമായൊരു വിശദീകരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടായത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ നാടകം അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ തർക്കമുണ്ടായിരുന്നു. ആദ്യം നാടകം അവതരിപ്പിക്കാൻ എത്തിയപ്പോൾ തന്നെ അവിടുത്തെ പ്രാദേശിക CPM നേതാക്കൾ ഇത് തടയുകയും പിന്നീട് കോൺഗ്രസ് ഇതിനുവേണ്ടി പോലീസിൻ്റെ സഹായം തേടുകയും പോലീസ് സംരക്ഷണയിലാണ് നാടകം കളിച്ചത്. ആ പോലീസ് സംരക്ഷണയിൽ തെരുവ് നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ നേരിട്ട് പോലീസിൻ്റെ സാന്നിധ്യത്തിലെത്തി ആ തെരുവ് നാടക സംഘത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കേട്ട ഒരു ശബ്ദമാണ്. അതായത് ആ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ പരാമർശങ്ങളാണ് ഇവരെ പ്രകോപിതരാക്കിയത്. അതായത് സ്വർണ്ണക്കടത്തൊക്കെയായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ ചില പരാമർശങ്ങൾ ആ തെരുവ് നാടകത്തിലുണ്ട്. സ്വാഭാവികമായി തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ CPM ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ വാതോരാതെ പ്രസംഗിക്കുകയും CPM പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും നാടകപ്രവർത്തകരുമൊക്കെ CPM ആകുന്നത് തന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുമതി നൽകുന്നതെന്നുകൂടി പറയുന്ന ഇടത്താണ് ഇത്തരത്തിൽ ഒരു UDF തെരുവ് നാടക സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പോലീസിൻ്റെ കൺമുന്നിൽ വെച്ചാണ് അതിക്രമം നടന്നത്. അവിടെ പോലീസ് ഇടപെട്ട് സ്ഥിതി ശാന്തമാക്കിയതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു സംഘർഷം ഉണ്ടായില്ല. പക്ഷേ ആ കൺമുന്നിൽ അവിടെ പ്രതികൾ ഉണ്ടായിരുന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതുവരെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഈ സംഘർഷത്തിന് പിന്നാലെ ആലപ്പുഴ ജില്ലയിൽ വ്യാപകമായി കെ.സി. വേണുഗോപാലിൻ്റെ പോസ്റ്ററുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണമായി അല്ലെങ്കിൽ ആ പോസ്റ്റർ നശിപ്പിച്ചത് CPM പ്രവർത്തകരാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. രതീഷ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. പ്രത്യേകിച്ച് സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UDF അനുകൂല കാറ്റ് വീശിയപ്പോഴും ഇവിടെ ആലപ്പുഴയിൽ മാത്രമാണ് LDF-ന് ഒരു വിജയമുണ്ടായത്. അതുകൊണ്ട് ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് അഭിമാന പോരാട്ടമാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ കെ.സി. വേണുഗോപാലിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് മത്സരിക്കുന്നു. അങ്ങനെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലാണ് ഇപ്പോൾ സംഘർഷഭരിതമായ കാര്യങ്ങൾ മാറുന്നത്. നാടക സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. അതിന് പിന്നാലെ വ്യാപകമായി ചിലയിടങ്ങളിലെങ്കിലും അക്രമം ഉണ്ടായി എന്നതാണ് രഘുനാഥ് നാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.